പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ. നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നു. നന്നായി. ഈ ഭാഗത്തെക്കുറിച്ച് യേശു പറയുമ്പോൾ പരീശന്മാരുമായിട്ടുള്ള ഒരു സംഭാഷണത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ അതിന്റെ ചരിത്ര പശ്ചാത്തലം മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിന്റെ ആരംഭം തൊട്ട് വായിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഭാഗത്തോടെ നമുക്ക് നോക്കിപ്പോകാം. യെരുശലേമിൽ നിന്നും പരീശന്മാരും ചില ശാസ്ത്രിമാരും അവന്റെ അടുക്കൽ വന്നുകൂടി. അവന്റെ ശിഷ്യന്മാരിൽ ചില ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പരീശന്മാരും യഹൂദന്മാരും ഒക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. പാനപാത്രം, ഭരണി, ചെമ്പ് എന്നിവ കഴുകുക മുതലായ പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരുന്നു. അങ്ങനെ പരീശന്മാരും ശാസ്ത്രിമാരും നിന്റെ ശിഷ്യന്മാർ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ പരീശന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ യേശു അവരോട് ഉത്തരം പറഞ്ഞതാണ്. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ച ശരി. ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭുജിക്കുന്നു. അപ്പൊ ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് മാനുഷികമായ കൽപ്പനകളെ പ്രമാണിക്കുന്നതും ദൈവവചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാതെ മനുഷ്യന്റെ ഉപദേശങ്ങൾക്ക് ഹൃദയത്തിൽ പ്രാധാന്യം കൊടുക്കുന്നതും പാപമാണ്. ഇവിടെ പരീശന്മാരുമായി യേശു സംസാരിക്കുമ്പോൾ അശുദ്ധിയുള്ള ഹൃദയത്തെക്കുറിച്ച് തന്റെ ശിഷ്യന്മാരോട് വീണ്ടും പറയുന്നത് കാണാൻ കഴിയും. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 14 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട്, എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് വരുന്ന യാതൊന്നിനും മനുഷ്യനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല. പക്ഷെ അകത്തുനിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അവൻ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് അവരോട് ചോദിച്ചു. അവൻ അവരോട് ഇങ്ങനെ, നിങ്ങളും ബോധമില്ലാത്തവരോ, പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അത് അവന്റെ ഹൃദയത്തിലല്ല വയറ്റിലത്രേ ചെല്ലുന്നത്. ഹല്ലേലൂയ. പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുത്തുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു പറയാണ്, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അകത്തു നിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ് അല്ലെ ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങൾ എല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധമാക്കുന്നു എന്നു അവൻ പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ പലപ്പോഴും പരീശന്മാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കാലഘട്ടത്തിലും പലപ്പോഴും ദൈവവചനം നമുക്ക് പലപ്പോഴും ഉൾക്കൊള്ളുവാൻ കഴിയാതെ നാം മാനുഷികമായ കൽപ്പനകൾക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നത് തന്നെ പാപമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുത്ത് പാപത്തെ നിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നാൽ നിന്റെ ഹൃദയം മലിനമായി മാറുന്നു. പാപം എന്നാൽ എന്താണെന്ന് ആദ്യം നിർവചിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. പാപത്തെക്കുറിച്ച് ദൈവം നൽകിയ നിർവചനവും മനുഷ്യന്റെ നിർവചനവും ഉണ്ട്. പാപം എന്ന വാക്കിന്റെ മൂലഭാഷയിലെ അർത്ഥം ഗ്രീക്കിൽ പറയുന്നത് ഹമാർട്ടിയ എന്നാണ്. എന്നാൽ അതിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക. മനുഷ്യൻ ലക്ഷ്യം തെറ്റുന്നത് തന്നെ പാപമാണ്. ഹല്ലേലൂയ. അപ്പം എന്ന് വെച്ചാൽ ശരിയാകാതെ നെരിവിടെ പോകുക.
ദൈവകൽപ്പനകളെ നാം കൃത്യമായി അനുസരിക്കുന്നില്ലെങ്കിൽ അത് പാപം തന്നെയാണെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. അപ്പം പാപത്തെക്കുറിച്ച് മനുഷ്യന്റെ നിർവചനം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഹല്ലേലൂയ, മനുഷ്യന് പല അഭിപ്രായങ്ങളും പല ആലോചനകളും പല ചിന്തകളും പല അല്ലയോ പറയുവാൻ കാണും. അപ്പം നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ചാണ് നാം പാപത്തെ കണക്കിടുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഒരുവന്റെ സാമൂഹ്യ പശ്ചാത്തലം, മാനസിക നില, സാഹചര്യം, മനസ്സാക്ഷി എന്നിവ അനുസരിച്ച് ഇതിന്റെ നിലവാരവും വ്യത്യാസപ്പെടുന്നു എന്നാണ് വചനം പറയുന്നത്. അങ്ങനെ പാപത്തിന്റെ നിർവചനം വിവിധ വ്യക്തികളിൽ വ്യത്യസ്തമായ നിലയിലാണ് കാണുന്നത്. ആകയാൽ ഒരേ പ്രവൃത്തി തന്നെ ഓരോ വ്യക്തിയുടെയും നിലവാരം അനുസരിച്ച് പാപമായോ രഹിതമായോ പരിഗണിക്കപ്പെടാം. അതിനാലാണ് ന്യായവിധിയുടെ അടിസ്ഥാന മാനദണ്ഡങ്ങളിൽ 613 നിയമങ്ങളും വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ച് നാം ഒരിക്കലും പാപത്തെ കണക്കിടരുത്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സാക്ഷി പ്രകാരമുള്ള പാപം എന്നത് പാപത്തിന് ദൈവം നൽകുന്ന നിർവചനവുമായി ചേർന്ന് പോകുന്നതായിരിക്കില്ല. അതിനാൽ നമ്മുടെ മനസ്സാക്ഷിയെ ശ്രദ്ധിക്കുന്നതിന് പകരം ദൈവകൽപ്പന പ്രകാരം പാപത്തിന്റെ നിലവാരത്തെ അടിസ്ഥാനപ്പെടുത്തി വേണം നമ്മൾ ജീവിക്കുവാൻ. നമ്മുടെ മനസ്സാക്ഷി കൊണ്ട് ചിന്തിക്കുന്നു, ദൈവത്തിന്റെ പദ്ധതിയും വേറെയാണ്. പലപ്പോഴും മനുഷ്യന്റെ ചിന്താഗതിക്ക് അനുസരിച്ച് മനുഷ്യൻ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നതെല്ലാം പാപമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനം അങ്ങനെ പറയുന്നത്. അപ്പം പാപം എന്നതിനെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അവരുടേതായ ചിന്താഗതിയുണ്ട്. ചിലർ തങ്ങളുടെ കുറവുകളെ പാപമായി കാണുമ്പോൾ മറ്റു ചിലർ തങ്ങളുടെ വളഞ്ഞ വഴികളെ പാപമായി കാണുന്നു. പാപം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ നിലകളിലും പാപം പ്രവേശിക്കും. ഹല്ലേലൂയ. അതിന് ഉദാഹരണമാണ് നാം വായിച്ച ദൈവവചനം ഇതൊക്കെ പറയുന്നത്. നമ്മുടെ ഭൗതികമായ ശരീരത്തിന് ദൈവമുമ്പാകെ യാതൊരു പ്രാധാന്യവുമില്ല. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നാം ചിന്തിക്കേണ്ട അതിപ്രധാനമായ കാര്യമാണ്, നമ്മുടെ ഭൗതികമായ ശരീരത്തിന് ദൈവമുമ്പാകെ യാതൊരു പ്രാധാന്യമില്ല. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യന്റെ ചിന്ത ഏതാണ്? നമ്മുടെ ഭൗതിക ശരീരത്തെ ദൈവമുമ്പാകെ വലിയ പ്രാധാന്യമുണ്ടെന്ന ദൈവം ഒരിക്കലും അത് കാണുന്നില്ല. അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്കാണ് നോക്കുന്നത്. ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് എന്താണ് പുറപ്പെടുന്നത് ദൈവം നോക്കുന്നു. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ തിരുവെഴുത്തൊക്കെ വായിക്കുക, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായു സംസാരിക്കുന്നത്. അത് ഹൃദയം നിറഞ്ഞ് കൈവയുന്നത് ദൈവഹിതമല്ലാത്ത വാക്കുകളും ഉച്ചാരണങ്ങളും ദൈവവചനത്തിന് അടിസ്ഥാനമായത് യോജിച്ചതുമല്ലെങ്കിൽ അതെല്ലാം പാപമായി തീരും. ഹല്ലേലൂയ. ആമീൻ. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നതിനുള്ള പരാജയം. പലർക്കും ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല, ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല, പ്രമാണത്തിൽ നിൽക്കാൻ കഴിയുന്നില്ല. എല്ലാവരും പ്രമാണത്തെ ലംഘിച്ചുകൊണ്ട് ദൈവഹിതം അനുസരിച്ച് ജീവിക്കാതെ അവൻ ജീവിക്കുന്നതെല്ലാം പരാജയമാണ്. അതെല്ലാം ദൈവം പാപമാണ്. അപ്പം ദൈവത്തിന്റെ വചനത്തിൽ അവിശ്വസിക്കുന്നതിന് തുല്യമാണ് നാം ദൈവം ചെയ്യുന്ന പാപങ്ങളെല്ലാം. അപ്പം ദൈവകൽപ്പനകൾ തള്ളിക്കളഞ്ഞ് സാമുദായികമായ അല്ലെങ്കിൽ മാനുഷികമായ ഉപദേശങ്ങൾക്ക് അധിക പ്രാധാന്യം നൽകി പരീശന്മാരെ പോലെ ജീവിക്കുന്നതും പാപമാണ്. ഇതും ദൈവം പറഞ്ഞതാണ്. അപ്പൊ യേശു പരീശന്മാരെ കപടഭക്തിക്കാരായിട്ടാണ് കാണുന്നത്. ഇന്ന് ഈ ലോകത്തിൽ നാം ചിന്തിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, പലരെയും ദൈവം കപടഭക്തി കൊണ്ട് നിറയപ്പെട്ട് ഹൃദയത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന മനുഷ്യനെ അശുദ്ധമാക്കുന്ന, മറ്റുള്ളവരെ അശുദ്ധമാക്കുന്ന പാപത്തിന്റെ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നീക്കിക്കളഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കണം. ദൈവകൽപ്പനകളെ നിങ്ങൾ ലംഘിച്ചു കളഞ്ഞിട്ട് മനുഷ്യ കൽപ്പനകൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് ചെയ്യുന്ന വലിയ പാപമാണ്. നമ്മുടെ ബലഹീനതകളിൽ നിന്നും ജന്മം കൊള്ളുന്ന നിയമവിരുദ്ധമായ പ്രവർത്തികൾ അതൊക്കെ അകൃത്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അകൃത്യത്തിലേക്ക് പോകാതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യ ആകാശം വരെ ഏറ്റവും ആസനമായിരിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവഹിതം അനുസരിച്ച് ജീവിപ്പാൻ നിങ്ങൾക്ക് ഒരു ആലോചന തന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേൾക്കുന്ന സകലത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭൗതികമായ ശരീരത്തെ ദൈവമുമ്പാകെ പ്രാധാന്യമില്ലെന്ന് പറയുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്കുമോ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ വിശുദ്ധിയും വെടിപ്പും ദൈവജനത്തിലുണ്ടായി വിശുദ്ധ ജീവിതം നയിപ്പാൻ സകല ജനത്തെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.